നമസ്കാരം. രാജ്യത്തിൻ്റെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ഇലക്ഷൻ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴത്തേക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് കരുതി സ്വന്തം കാര്യത്തിൽ വ്യാപൃതരായിരിക്കുന്ന വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവർ പറയുന്നത് നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം, നമ്മൾ എന്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്നാണ് ഇവരുടെ പൊതുവായിട്ടുള്ളൊരു സ്ലോഗൻ, പൊതു ഐഡന്റിറ്റി അത് തന്നെയാണ്. നമ്മൾ എവിടെയും ഇവരെ കാണാം, ഈ കൂട്ടരെ നമുക്ക് എവിടെയും കാണാൻ പറ്റും. എനിക്ക് അത്തരക്കാരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾ സമ്പാദിക്കുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ലോകത്തെവിടെയും അത് സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അത് നിങ്ങൾ എല്ലാ ദിവസവും പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നല്ല പറയുന്നത്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നിരീക്ഷിച്ചില്ലെങ്കിൽ, നിങ്ങൾ രാഷ്ട്രീയം നിരീക്ഷിച്ചില്ലെങ്കിൽ, അതിൻ്റെ ശരിതെറ്റുകൾ നിരീക്ഷിച്ച് സ്വന്തം അഭിപ്രായം പറയുവാനും സ്വന്തം പ്രതിഷേധം രേഖപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങൾ ജോലിക്ക് രാവിലെ പോയി വൈകിട്ട് വരെ ജോലി ചെയ്ത് നിങ്ങൾ കുറേ സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുമെന്ന്. എങ്ങനെ നടക്കും? നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യം ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചു കയറി എന്തുകൊണ്ടാണ് കൊള്ളയടിച്ചുകൊണ്ട് പോകാത്തത്? അതിവിടെ രാഷ്ട്രീയമുള്ളതുകൊണ്ടും ഭരണകൂടമുള്ളതുകൊണ്ടുമാണ്. നിങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിവിടെ രാഷ്ട്രീയമുള്ളതുകൊണ്ടും ഭരണകൂടമുള്ളതും കൊണ്ടാണ്. നിങ്ങൾ വിദ്യാഭ്യാസത്തിനായിട്ട് ചെല്ലുമ്പോൾ, നിങ്ങൾ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തിലൊക്കെ ഇടപെടുന്നോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ടോ നിങ്ങൾക്ക് കിട്ടിയ ജോലി കൊണ്ടോ അല്ല. നിങ്ങൾക്ക് ജോലി ചെയ്യുവാനും നിങ്ങൾക്ക് സമ്പാദിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുൻ ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത്, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് നാളെ ഇല്ലാതായാൽ എന്ത് ചെയ്യും? നാളെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ വരും തലമുറകൾക്ക് അത്തരം സാഹചര്യം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രതിഷേധത്തിന് പോകണമെന്നല്ല പറയുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ഈ രാജ്യത്തിന്റെ ജനവിധി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ഈ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളെ ബാധിക്കുന്നില്ലേ? നിങ്ങൾ ചെവിയിൽ ഈ പറയുന്ന പോലെ ഇതുപോലെ ഹെഡ്ഫോണും വെച്ച് നിങ്ങൾ സിനിമ കാണുന്നു, നിങ്ങൾ മ്യൂസിക് കാണുന്നു, നിങ്ങളുടെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, നിങ്ങൾ സുഹൃത്തുക്കളോട് ചിറ്റ്ചാറ്റ് ചെയ്ത് നടക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ലോകമായിട്ട് നിങ്ങൾ മാറി, നിങ്ങൾ അതിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ കടക്കൽ, ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്. നാളെ നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടെ ഇല്ലാതാക്കാൻ നിങ്ങളിവിടെ അടിത്തറ പാകുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഇടപെടേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. ഇവിടെ രാഹുൽ ഗാന്ധി, അയാളുടെ രാഷ്ട്രീയം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം, നിങ്ങളുടെ എതിർ പാർട്ടി ആയിരിക്കാം. പക്ഷെ അയാൾ മുന്നോട്ട് വെച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള തത്വമൊന്നുമല്ല മുന്നോട്ട് വെച്ചത്. അയാൾ മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന തെളിവുകൾ സഹിതം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നു. ഒരു മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷം വ്യാജ വോട്ടർ വെച്ചിട്ട് ജനവിധി നടക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജനവിധി ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തുന്നത്? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് നിങ്ങളെ ഭരിക്കാനുള്ള അവകാശം ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിഷേധിക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ 6 മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് കൈയടിച്ചെങ്കിലും അയാളെ പ്രോത്സാഹിപ്പിക്കാനുള്ള മാന്യത, ധാർമ്മികത, രാഷ്ട്രീയ മര്യാദ അല്ലെങ്കിൽ സാമാന്യ ബോധം നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങളത് കാണിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളെ തുടർന്ന് വരുന്ന നിങ്ങളുടെ പിൻഗാമികൾക്ക് വേണ്ടിയിട്ട്. നാളെ ഇവിടെ മികച്ച സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ, സമ്പാദിക്കുന്ന പണത്തിന് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് കാണിക്കുന്ന, അദ്ദേഹം മുന്നിലേക്ക് വെച്ച തെളിവുകൾ സഹിതം മുന്നിലേക്ക് വെച്ച ക്രമക്കേടുകൾ നമ്മുടെ മുന്നിൽ വെളിവാകുമ്പോഴത്തേക്ക് അതിനെതിരെ വിരൽ ചൂണ്ടുവാൻ, അതിനെതിരെ പ്രതിഷേധിക്കുവാനായിട്ട് മൗനം പാലിച്ച് നിൽക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ എങ്കിലും ആ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വെക്കുന്ന തെളിവ് സഹിതം മുന്നോട്ട് വെച്ച ക്രമക്കേടുകൾക്ക് വേണ്ടി ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുവാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങളും നമ്മളും ഈ രാജ്യവും വീഴാൻ പോകുന്നത്. ഒരുപാട് മഹാരഥന്മാർ, ഇന്നലെയും പറഞ്ഞു, ഒരുപാട് മഹാരഥന്മാർ ചോര ചിന്തി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് ഒരു കൂട്ടം അധികാരമോഹികളുടെ, ഒരു കൂട്ടം സ്വാർത്ഥ താല്പര്യക്കാരുടെ, ഒരു കൂട്ടം ഫാസിസ്റ്റുകളുടെ മുന്നിൽ അടിയറ വെക്കാനുള്ളതല്ല ആ സ്വാതന്ത്ര്യവും ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും. ഒന്നിച്ചു നിന്ന് പൊരുതിയാൽ ഈ രാജ്യം ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകും. സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നമുക്കും ജീവിക്കാം, നമ്മുടെ വരും തലമുറകൾക്കും ജീവിക്കാം. അപ്പോഴെങ്ങനെയാ? ഒന്നിച്ചു നിന്ന് പൊരുതുകയാണോ അതോ ചിതറി നിന്ന് കീഴടങ്ങാൻ പോകുന്നോ?